Hello, dear students. So, today we will begin a new chapter, that is separation of substances. So, you know that we are using the textbook since there are some activities that you have to do. So, you know that there are different ways in which we separate different substances, right? For example, when you are making tea, you will separate the tea dust using a strainer, right? ഒരു അരിപ്പ എടുത്തിട്ട് എന്ത് ചെയ്യും, ചായയുടെ മട്ടെടുത്ത് മാറ്റും, right? Then if you are, let's say, if you have grain with you, separate the stalks while harvesting. That is, എന്താ നമ്മൾ നെല്ല് എന്ത് ചെയ്യും, നെല്ലും പതിരും എന്ന് പറയില്ലേ, അപ്പോൾ എന്ത് ചെയ്യും, നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നെല്ലൊക്കെ എടുത്തിട്ട് അതിൽ നിന്നുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അല്ല അരിയിൽ നിന്ന് എന്ത് ചെയ്യും, അരിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വേണ്ടാത്ത ചീത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, കല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്യും. പൾസസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കല്ലൊക്കെ എടുത്ത് മാറ്റും അല്ലേ. ലൈക്ക് ദാറ്റ് യു നോ ദാറ്റ് ഈ നമ്മൾ എന്ത് ചെയ്യും, തൈര് ചേൺ ചെയ്തിട്ട് അതിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കും അല്ലേ. ഹാവ് യു സീൻ ദാറ്റ്? യു മേ നോട്ട് ഹാവ് സീൻ ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഡൺ ലൈക്ക് ദാറ്റ്. എന്ത് ചെയ്യും, ഈ തൈര് ഇങ്ങനെ വട്ടത്തിൽ കറക്കിയിട്ട്, മീൻസ് അതിനൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യും, ചേൺ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, ബട്ടർ സെപ്പറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ അതിൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ പറക്കിയെടുത്ത് മാറ്റി വെക്കും അല്ലേ. സോ ലൈക്ക് ദാറ്റ് ഇൻ എ എവറി ഡേ ലൈഫ് വി ഡു such things. We separate some things from some substances, right? So in this chapter we are going to learn about the different methods of separation. So for example, if you have a basket of mangoes and oranges, you will pick out the mangoes and separate it like that, right? So but in many cases it is not that easy. ഇത്ര ഈസി അല്ല എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. മാങ്ങയും ഓറഞ്ചൊക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ല വലുപ്പമുണ്ട്, നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് ഇഫ് ദി സബ്സ്റ്റൻസസ് ആർ സ്മോളർ? അത് കുറച്ചും കൂടി സ്മോൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണെങ്കിലോ, ദെൻ ഹൗ ആർ യു ഗോയിങ് ടു സെപ്പറേറ്റ് ഇറ്റ്? സം സ്മോളർ സബ്സ്റ്റൻസസ് യു കനോട്ട് ഈവൻ യൂസ് യുവർ ഹാൻഡ്സ് ടു സെപ്പറേറ്റ് ഇറ്റ്, റൈറ്റ്? So in those cases we have to learn some other methods of separation which can be used to separate these things, right? So we are going to learn here some different methods which can be used to separate different objects of different sizes, right? Different sizes and different properties. So we will do our next activity. There is a column here given here and you have to match the columns and which is given in the jumbled order. It's already matched in my textbook, so we'll just discuss it. So we have the separation for we are going in this box we are going to see why do we separate substances. എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. So the first column is separation process, second column is purpose for which we do the separation, and third column is what do we do with the separated components. So the first one is separate stone from rice. റൈസിൽ നമ്മൾ സ്റ്റോൺ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് ടു ഡിഫറെൻറ്റ് യൂസ്ഫുൾ കോമ്പോണൻസ് ആണോ? രണ്ടും യൂസ്ഫുൾ അല്ല അല്ലേ. നോൺ യൂസ്ഫുൾ ആയിട്ടുള്ള കോമ്പോണൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണോ, അതോ to remove impurity or harmful components? So the answer is to remove impurities or harmful components. റൈസിനുള്ളിൽ സ്റ്റോൺസ് ഇരിക്കുന്ന നല്ലതാണോ? അല്ല. സോ ദി ആൻസർ, ദ ഫസ്റ്റ് വൺ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് ഫോർ ഹാർംഫുൾ കോമ്പോണൻസ്. And the reason is so that what do we do with the separated thing? We will throw away the solid component, right? കല്ലെടുത്തിട്ട് പിന്നെ വേറെ കറി ഉണ്ടാക്കുമോ? ഇല്ല അല്ലേ. We will throw it away. Next one is churning milk to obtain butter. The purpose is to separate two different but useful components. എന്ത് ചെയ്യും, നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കോമ്പോണൻസ് ആണല്ലേ തൈര് കടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക. തൈര് ചേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് മോരും ബട്ടറും കിട്ടും അല്ലേ. സോ വി ആർ സെറ്റ് ടു സെപ്പറേറ്റ് ടു ഡിഫറെൻറ്റ് ബട്ട് യൂസ്ഫുൾ കോമ്പോണൻസ്. ആൻഡ് വൈ ഡു വി ഡു ദാറ്റ്? വാട്ട് ഡു വി ഡു വിത്ത് ദി അതർ കമ്പോണൻറ്റ്? വി യൂസ് ബോത്ത് ദി കമ്പോണൻസ്. രണ്ട് കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. തേർഡ് വൺ, സെപ്പറേറ്റ് ടീ ലീവ്സ്. So we do it, why do we do it? To remove non-useful component. ഒരു യൂസും ഇല്ലാത്ത ടീ ലീവ്സിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ആൻഡ് വി ത്രോ അവേ ദി impurity, right? We throw away the impurity, that is tea dust. So I hope all of you got the answer. If you haven't, you can zoom the picture and maybe you will be able to see the answer. Okay. So now we are going to learn some different methods of separation. So the first method that we are going to learn is something that you are already familiar with, that is hand picking.
The word itself will say what you are doing, hand picking. You are picking and separating the substances using your hand. That is why it is called hand picking. So you know that here there is an activity given here. Bring a packet of food grain purchased from shop to the classroom. Now spread the grains on the sheet. Do you see any only one kind of grain in it? Or a kind of grain matra kannullo? Maybe there may be some stones, husks, broken grain or particles of any other grain. അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ. നമ്മളൊരു പാക്കറ്റിൽ ഒരു സാധാരണ ഒരു കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരികയാണ്, വലിയ പാക്ഡ് ഒന്നും അല്ലാതെ ലൂസായിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്, അതിൽ എന്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അരിയാണ് വാങ്ങിക്കുന്നെങ്കിൽ പോലും അതിലെന്തോ കല്ലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കഷ്ണങ്ങളോ ചെറിയ പൊട്ടിപ്പോയ അരികളോ അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന അരിമണികളോ ഒക്കെ ഉണ്ടാവും അല്ലേ. Now can you remove it using your hand? Now remove with your hands these pieces of stone husk. This method of hand picking can be used for separating slightly larger impurities like pieces of dirt, stone and husk from wheat, rice and pulses. എന്തിനാണ് ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്യുന്നത്? സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള എന്തെങ്കിലും കുഞ്ഞി സ്റ്റോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി മണ്ണോ ചെളിയോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഹാൻഡ് പിക്കിങ്ങിലൂടെ മാറ്റി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഈ ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് സച്ച് ഇമ്പ്യൂരിറ്റീസ് ഈസ് യൂഷ്വലി നോട്ട് വെരി ലാർജ്. അധികം ഒന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ഒക്കെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലേ. ഇൻ സച്ച് സിറ്റുവേഷൻസ് വി ഫൈൻഡ് ദാറ്റ് ഹാൻഡ് പിക്കിംഗ് ഈസ് എ കൺവീനിയൻറ്റ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് സബ്സ്റ്റൻസസ്. റൈറ്റ്. സോ നൗ വി ആർ ഗോയിങ് ടു learn the next method, that is threshing. The method that you are going to do is threshing. Maybe you are not very familiar with this method of threshing, but maybe you might have seen it in some movies. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നെല്ല് വിതയ്ക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഫെമിലിയർ ആവാൻ ശ്രമിക്കുന്ന കാര്യമാണ് എന്ത്, നെല്ല് വിതയ്ക്കുക, നെല്ല് മെതിക്കുക. കണ്ടിട്ടുണ്ടോ? So in that case, you must have seen that bundles of rice or wheat or paddy, maybe stalks are lying on the fields. എന്ത് ചെയ്യും, കൊയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബണ്ടിൽസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, നെല്ല് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫീൽഡിൽ ഇങ്ങനെ പാടത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. These stalks are dried in sun before the grain is separated from them. എന്ത് ചെയ്യും, ആ ഗ്രെയിൻ സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ സ്റ്റോക്സ് എന്ന് പറയുന്നത് ആ വൈക്കോലിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവും. എന്ത് ചെയ്യും, ആദ്യം അത് ഡ്രൈ ചെയ്യും. ആൻഡ് ഈ സ്റ്റോക്ക് ഹാസ് മെനി grain seeds attached to it. Imagine the number of grain seeds is hundreds of bundles of stalks lying in the field. How many farmers will separate? ഒന്ന് വിചാരിച്ചാൽ ഒരു ബണ്ടിലിൽ തന്നെ 100 കണക്കിന് സീഡ്സ് ഉണ്ടാവും എവിടെ, ഒരു ബണ്ടിലിൽ തന്നെ. എന്നിട്ട് അതെങ്ങനെയായിരിക്കും നമ്മുടെ ഫാമേഴ്സ് അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക, കൈയും കൊണ്ടെടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ? ക്യാൻ വി ഡു ഹാൻഡ് പിക്കിംഗ് ഇൻ ദിസ് കേസ്? These grains are very small. Also these grains are not very easy to separate, right? So these grains are very small and we cannot use the method of hand picking. So one may pluck mangoes or guavas from the tree, right? But grain seeds are smaller than mangoes and the plucking them from their stalks is impossible, right? So then what we use the method called threshing. The process is used to separate grain and stalk etc. is threshing. In this process, the stalks are beaten to free the green seeds. Sometimes this threshing is done with the help of bullocks. Machines are also used. എന്ത് ചെയ്യും, ഈ മൊത്തത്തിലുള്ള ഈ ബണ്ടിലെടുത്തിട്ട് ഗ്രെയിൻ്റെ ബണ്ടിലെടുത്തിട്ട് എന്ത് ചെയ്യും, അടിച്ചടിച്ച് കല്ലിലൊക്കെ ആയിരിക്കും അടിച്ചടിച്ച് എന്ത് ചെയ്യും, ഗ്രെയിൻസിന് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും, ത്രഷിങ് ചെയ്യും. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ സെപ്പറേറ്റ് the grains. Sometimes some animals are used or maybe some machineries are also used in large scale. Otherwise, before all of those, we use this method of threshing to separate grains from stalks. So we will stop it here for today and we will continue learning in the next class. Thank you. Have a nice day.